ഹായ്, നമസ്കാരം. നിഷാദാണ്. നമ്മൾ BBA കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 5ാമത്തെ മൊഡ്യൂളിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. തിയറിറ്റിക്കൽ പാർട്ട് അത്ര ഫോക്കസ് ചെയ്യുന്നില്ല. പ്രോബ്ലത്തിന് ആവശ്യമുള്ള കുറച്ച് തിയറിറ്റിക്കൽ പാർട്ട് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എക്സാം ഓറിയൻറ്റഡ് ആണ്. എക്സാമിൽ ചോദിച്ച ചോദ്യങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ അറിയാം, റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ല, അക്കൗണ്ടിങ് റേഷ്യോസിൽ റേഷ്യോ ടൈപ്സ് ഓഫ് റേഷ്യോ ആണ്. ടൈപ്സ് ഓഫ് റേഷ്യോ നമുക്കറിയാം. ലിക്വിഡിറ്റി റേഷ്യോ ഉണ്ട്, സോൾവൻസി റേഷ്യോ ഉണ്ട്, ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്. ഇത്രയും റേഷ്യോസ് ആണുള്ളത്. അതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിക്വിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോന്റെ ഭാഗമായിട്ടുള്ള കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാഷ് റേഷ്യോ, ഇത്രയും റേഷ്യോസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കറണ്ട് റേഷ്യോന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ് നമ്മൾ ഒരു അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ ഉള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ, ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൺവേർട്ട് ചെയ്യണം നിർബന്ധമല്ലേ? കൺവേർട്ട് ചെയ്യാൻ ആ ഒരു ബിസിനസ് കൺവേർട്ട് ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത്തരം ഇതിനാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്യാഷ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ക്യാഷായി കൺവേർട്ട് ചെയ്യണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ഡെഡ് സ്റ്റോക്ക് ഒക്കെ കറണ്ട് അസറ്റ് ആണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്തോളണമെന്നില്ല, അത് ക്യാഷ് ആക്കി മാറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഡെഡ് സ്റ്റോക്ക് എന്നില്ല, സ്റ്റോക്കുകളുടെ കേസ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യം കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ പേ ചെയ്യേണ്ട ലയബിലിറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇനി ബാക്കി ക്വിക്ക് റേഷ്യോ ഉണ്ട്. ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ചാൽ, അതായത് നമ്മുടെ ബിസിനസ്സിന് മൊത്തം കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയുണ്ട്. അതേപോലെ തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു 5,000 രൂപയുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു 4,000 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1,00,000 നിന്നും 9,000 രൂപ കുറക്കുക. 1,00,000 9,000 രൂപ കുറച്ചാൽ കിട്ടുന്ന 91,000 ആണ് എന്ത്? ക്വിക്ക് അസറ്റ്. അല്ലാതെ സ്റ്റോക്ക് കുറച്ചിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് കൂട്ടല്ല. കാരണം ഇത് ബ്രാക്കറ്റിലാണ്. ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഫസ്റ്റ് ബ്രാക്കറ്റിലെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നേരെ എന്ത് ചെയ്ത് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ കൂട്ടരുത്, കാരണം അത് ബ്രാക്കറ്റിലാണ്. ഇനി അല്ലാതെ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് മൈനസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് എഴുതിയാൽ മതി. അങ്ങനെ ആകുമ്പോഴും 1,00,000 5,000, 5,000 4,000 അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എന്താവും? 91,000. ഓക്കെ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. അത് ക്യാഷ് ആയിട്ടുള്ള അസറ്റ് മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്ക്, SDയുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കുക. അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. നമ്മൾ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ. ഈ ഒരു ഇൻഫർമേഷൻ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം എന്താണ് നമ്മുടെ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണല്ലോ. അപ്പോൾ ഇതിൽ കറണ്ട് അസറ്റ് ഏതൊക്കെ? ട്രേഡ് റിസീവബിൾ, അതായത് ഡെപ്റ്റേഴ്സ് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് കറണ്ട് അസറ്റ് ആണ്. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് കറണ്ട് അസറ്റ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് കറണ്ട് അസറ്റ് ആണ്. അതുപോലെ തന്നെ ഇൻവെന്ററീസ്, സ്റ്റോക്ക്, ഇതും കറണ്ട് അസറ്റ് ആണ്. ഇത്രയും ഐറ്റംസ് എന്താണ്? കറണ്ട് അസറ്റ് ആണ്. ഇവിടെ നോക്കി, ട്രേഡ് റിസീവബിൾ കറണ്ട് അസറ്റിൽ കാണിക്കുന്നുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്, ക്യാഷ് കാണിക്കുന്നുണ്ട്, ഷോർട്ട് ടേം ഉണ്ട്, ഇൻവെന്ററീസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം 1,40,000, 1,60,000,
1,60,000 2 ലക്ഷം ടോട്ടൽ വരുമ്പോൾ അല്ലെ, ഈ 2 ലക്ഷം ഇവിടെ കാണാം. ഈ 2 ലക്ഷമാണ് നമ്മുടെ എന്ത് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കറണ്ട് അസറ്റ് ആണ്. ഇനി കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് നോക്കാം. കറണ്ട് ലയബിലിറ്റി എന്തൊക്കെയുള്ളത്? ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്, സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റി ആണ്, പിന്നെ എക്സ്പെൻസസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്. ഇത്രയാണ് കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണുന്നത്. ഡിവഞ്ചർ ലോങ് ടേം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഐറ്റംസ് അല്ലേ ഉള്ളത്. അത് ഏതൊക്കെയായിരുന്നു? 20, 40, 40 അങ്ങനെ തന്നെ അല്ലല്ലോ. 20, 40, 40 അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് റേഷ്യോ കാണാൻ എന്താ? 1 ലക്ഷം 2 ലക്ഷം അല്ലേ കറണ്ട് അസറ്റ്. 2 ലക്ഷം ഡിവൈഡ് ബൈ 1 ലക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് 2:1 ആണ് നമ്മുടെ എന്ത് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. 2:1 ഇതിൽ വരുന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും അങ്ങനെയാണല്ലോ. 2:1 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വിക്ക് റേഷ്യോ നോക്കാം. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ക്വിക്ക് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ കറണ്ട് അസറ്റിൽ നിന്നും സ്റ്റോക്ക് അതുപോലെ തന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്യുക? കുറക്കുക. രണ്ടും കൂടെ കുറക്കണം. ഓക്കെ, സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് അത് ചെയ്തിട്ട് കറണ്ട് അസറ്റിൽ നിന്നും അത് മൊത്തത്തിൽ കുറക്കുക. ഇതാണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതാ. കറണ്ട് ലയബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50,000 രൂപയാണ്. കറണ്ട് അസറ്റ് തന്നിട്ടുണ്ട് 80,000 രൂപയാണ്. ഇൻവെന്ററി, അഡ്വാൻസ് ടാക്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നോക്കുക. ഇവിടെ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അത് മനസ്സിലാക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കൊടുത്ത ടാക്സ് അല്ലേ, അപ്പൊ അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ. അതുപോലെ അതല്ലാത്ത മറ്റു പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, ലിക്വിഡ് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്നാണ് ഇക്വേഷൻ. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 80,000 രൂപയാണ്. അപ്പൊ 80,000 മൈനസ് എന്താണ്? 20,000 ഇൻവെന്ററി, അതുപോലെ തന്നെ സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് അല്ലേ. പ്രീപെയ്ഡ് എക്സ്പെൻസ് 5,000 ഉണ്ട്, അതും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ എമൗണ്ട് ശ്രദ്ധിക്കണേ. എന്താണത്? അഡ്വാൻസ് ടാക്സ്. അഡ്വാൻസ് ടാക്സ് 5,000 എന്ന് പറയുന്നത് അതും പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണോ? മുൻകൂട്ടി കൊടുത്തതെന്നല്ലേ. അഡ്വാൻസ് എന്ന് പറയുന്നത്, അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് എന്ന എക്സ്പെൻസിന് അഡ്വാൻസ് ആയി കൊടുത്തു, അതെന്താണ്? പ്രീപെയ്ഡ് ആണ്. അപ്പൊ നോക്ക്, നമ്മൾ 50,000 നമ്മുടെ കറണ്ട് അസറ്റ് എന്താണ്? 80,000 ഉണ്ട്. അതിൽ നിന്നും ഇത്രയും എക്സ്പെൻസസ് കുറച്ചു വന്നപ്പോൾ എന്തായി മാറി? 50,000 ആയി. കറണ്ട് ലയബിലിറ്റി ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് 50,000. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണോ? ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ്. ക്വിക്ക് അസറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് അസറ്റ് ഇതൊക്കെ ഒരേ സാധനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? കറണ്ട് അസറ്റ് ഇങ്ങനെ കിട്ടി. ക്വിക്ക് അസറ്റ് 50,000, കറണ്ട് ലയബിലിറ്റി 80,000. ഫൈനൽ ആൻസർ എന്താണ്? 1:1 ആണ്. അത് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നല്ല രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോയോട് കൂടെ ഞാൻ നിങ്ങൾക്ക് കറണ്ട് റേഷ്യോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഞാൻ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗങ്ങളും കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കിതാ കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട് 3.5:1 ആണ്. ക്വിക്ക് റേഷ്യോ തന്നിട്ടുണ്ട് എന്ത്? 2:1 ആണ്. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ ക്വിക്ക് അസറ്റ് റെപ്രസെന്റഡ് ബൈ ഇൻവെന്ററി. അപ്പൊ അതായത് ഇൻവെന്ററി എത്ര ഉണ്ട്? ഇൻവെന്ററി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 24,000 ആണ്. അതായത് കറണ്ട് അസറ്റിനേക്കാളും കൂടുതലുള്ള ഈ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ ക്വിക്ക് അസറ്റ്, അതായത് നമ്മൾ ഈ കറണ്ട് അസറ്റ് മൈനസ് ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആ എമൗണ്ട് ഉണ്ടല്ലോ, അത് എന്ത് മാത്രമേ ഉള്ളൂ? ഇൻവെന്ററി മാത്രമേ ഉള്ളൂ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ലാന്ന്. അത് 24,000 ഉണ്ട്. കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി. നമ്മുടെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്തത്? പറഞ്ഞത്. നമ്മൾ ഇതിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അസറ്റ് നമ്മൾ എടുത്തില്ല. പക്ഷെ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ 3.5:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് അറിയടോ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിന്റെ 3.5 ഇരട്ടി ഉണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ കറണ്ട് അസറ്റിന് എന്തായി പരിഗണിച്ചു? 3.5 ആയിട്ടും കറണ്ട് ലയബിലിറ്റിന് എന്തായിട്ടും പരിഗണിച്ചു? 1 ആയിട്ടും പരിഗണിക്കുക. മനസ്സിലായോ? കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? കറണ്ട് റേഷ്യോ ആണ്. അത് 3.5:1
1 എന്നാണെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ 3.5 ഇരട്ടിയാണ്. കറന്റ് ലയബിലിറ്റിന്റെ 3.5 ഇരട്ടിന്റെ എന്ത് കറന്റ് അസറ്റ് എന്ന്. അപ്പൊ നമ്മൾ സിംപ്ലി എന്ത് മനസ്സിലാക്കുക, ഈ ഒരു സാധനം നോക്കുക, കറന്റ് റേഷ്യോ 3.5 ഒക്കെ ക്വസ്റ്റ്യനിലുള്ള അതുപോലെ എഴുതി വെച്ചതാണ്. ക്വിക്ക് റേഷ്യോ 2:1 കറന്റ് ലയബിലിറ്റിനെ ഇവരായിട്ട് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരെന്താ ചെയ്തത്, കറന്റ് ലയബിലിറ്റിനെ എക്സ് ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞ എന്തിനാ, അപ്പൊ കറന്റ് അസറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 3.5x എന്ന് പറയാൻ പറ്റും. കാരണം 3.5 ഇരട്ടി ആണ് എക്സ്, നമുക്കറിയില്ലല്ലോ. ആൻഡ് ക്വിക്ക് അസറ്റ് എന്ന് പറയുമ്പോഴോ ഇതേപോലെ നമുക്ക് ക്വിക്ക് അസറ്റിന്റെ കാര്യം പറയാം. ക്വിക്ക് അസറ്റ് എന്ന് പറയുമ്പോൾ എന്താണോ, ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് റേഷ്യോ ഉണ്ട് നമ്മുടെ അടുത്ത്. ക്വിക്ക് റേഷ്യോ ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ്. അത് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടോ, 2:1 എന്ന് തന്നിട്ടില്ലേ, കാണുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആക്കാം. എന്താണ് 2.5x എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് അസറ്റ് ആണ്. അതേപോലെ തന്നെ 3.5x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറന്റ് അസറ്റ് ആണ്. 2 എന്ന് പറഞ്ഞാൽ എന്താണോ, കറന്റ് ലയബിലിറ്റി ആണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, സോറി, ക്വിക്ക് അസറ്റ് ആണ്, ക്വിക്ക് അസറ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഈ റേഷ്യോ എന്താണ് 2:1 ആണ്, 2:1 ആണ്. അതുകൊണ്ട് ഈ മേലത്തേനാണ് ഈ ഫസ്റ്റത്തെ എമൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കറണ്ട് സെറ്റ് 3.5, ക്വിക്ക് സെറ്റ് 2x എന്നും കിട്ടി. 3.5x-ഉം 2x-ഉം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കറണ്ട് സെറ്റ് മൈനസ് ക്വിക്ക് സെറ്റ് എന്ന് പറഞ്ഞാല് അതെന്താ, ഇൻവെന്ററി എന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് 24,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 3.5 മൈനസ് 3.5x എന്ന് എടുത്തോട്ടോ, മൈനസ് 2x. അപ്പൊ നമുക്ക് 1.5x എന്ന് പറഞ്ഞാൽ എന്താണോ, 1.5x എന്ന് പറഞ്ഞാൽ 24,000 എന്നാണ്. അതൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, 24,000. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാം, 24,000 ഡിവൈഡ് ബൈ 1.5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ 16,000 ആണ് കറണ്ട് ലയബിലിറ്റി കിട്ടി. കറണ്ട് ലയബിലിറ്റി 16,000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യം എന്താ, കറണ്ട് ലയബിലിറ്റി 16,000 ആണെങ്കിൽ കറണ്ട് അസറ്റ് നമുക്ക് കിട്ടി എന്താ, 16,000 ഇൻറ്റു 3.5 ചെയ്താൽ മതി. ഇനി ക്വിക്ക് അസറ്റ് വേണോ, ക്വിക്ക് അസറ്റ് വേണമെങ്കിൽ നമ്മൾ 2 കൊണ്ടും ഗുണിച്ചാൽ മതി. അപ്പൊ നോക്കുക, കറണ്ട് അസറ്റ് ഇങ്ങനെ ചെയ്തിട്ട് 56,000 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ കറണ്ട് ലയബിലിറ്റി 16,000, 3.5 കിട്ടുന്നുണ്ട്. അത് വെരിഫൈ ചെയ്യാണ്. 56,000 ഡിവൈഡ് ബൈ 16,000 ചെയ്യുമ്പോൾ 3.5 കിട്ടും. ഓക്കെ, ഇനി ക്വിക്ക് സെറ്റ് എത്ര, ക്വിക്ക് സെറ്റ് 32,000 എന്ന് എങ്ങനെ മനസ്സിലാക്കുക, നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു, കറണ്ട് ലയബിലിറ്റി, ഒരു കറണ്ട് ലയബിലിറ്റി എന്താണ് 16,000 എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 2x എന്നല്ലേ നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് 2 × 16,000 ചെയ്യുമ്പോൾ നമുക്ക് 32,000 കിട്ടും. അങ്ങനെ ആൻസർ എന്താണ്, ക്ലിയർ ആണ്. ഇത്രയാണ് നമ്മൾ പെട്ടെന്നായിട്ട് ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾ നല്ലപോലെ നോക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ ഉഷാറായിട്ട് എക്സാം ചെയ്തോ. തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.